മമ്മി പറഞ്ഞു രസം തിളപ്പിക്കാൻ പാടില്ലെന്ന്, അതുകൊണ്ട് ഞാൻ രസം ഓഫ് ചെയ്യുവാണ്. ഇന്ന് നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് 17ാമത്തെ റെസിപ്പിയാണ് രസം. ഒരു മിക്സിയിലെ ജാറിനകത്ത് നമുക്ക് വെളുത്തുള്ളി തൊലിയോടും കൂടി ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം ഒരു 1.5 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഉലുവായിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയ ജീരകം, പിന്നെ നമ്മളുടെ കുരുമുളക് ജസ്റ്റ് ഒന്ന് നമുക്കത് സോട്ട് ചെയ്ത് എടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചില റെസിപ്പിക്കകത്ത് ഇഞ്ചി ഇടാറുണ്ട്, പക്ഷേ ഞാൻ ഇഞ്ചി ഇടാറില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ്. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും കൂടി നമുക്ക് ഇടാം. പിന്നെ ഈ ചതയ്ക്കുമ്പോഴേക്ക് തന്നെ ഉണക്കമുളകും കൂടി ഇട്ട് ചതയ്ക്കാറുണ്ട്. നമ്മളുടെ ഓപ്ഷനാണ് അതൊക്കെ. ജസ്റ്റ് ഒന്ന് മൂപ്പതിന് ശേഷം നമുക്കിതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്, ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. രസത്തിന് വേണ്ടി ഞാൻ കല്ലുപ്പാണ് ഇട്ടേക്കുന്നത്. ലേശം മഞ്ഞൾ പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ നമ്മുടെ കല്ലുപ്പിടുമ്പോഴത്തേക്കില്ലേ ഈ തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ മസാലകളൊന്ന് നന്നായിട്ട് പച്ച സ്മെല്ലും പോയി കിട്ടും. ഇതിൻ്റെ പച്ച സ്മെല്ല് പോയതിന് ശേഷം നമുക്കിതിനകത്ത് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വെള്ളം. ഞാൻ ഈ സമയത്ത് തന്നെ എൻ്റെ മല്ലിയില ഞാൻ എപ്പോഴും ഇടാറ്. ഞാൻ ലാസ്റ്റിന് വയ്ക്കത്തില്ല, നേരത്തെ തന്നെ ഞാൻ മല്ലിയില ഇട്ട് വയ്ക്കും. എന്നിട്ട് ഒരു സ്ലോ ഫയറിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ സ്റ്റെപ്സ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രസമാണ്. നമുക്ക് തക്കാളി വേണമെങ്കിൽ നമ്മൾ മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു ക്യൂബ്സായിട്ടും നമുക്ക് കട്ട് ചെയ്തും ഇടാം. തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊന്ന് ഫയർ കുറച്ചിട്ട്, ഞാനൊരു 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചിട്ടുള്ളൂ. മമ്മി പറഞ്ഞു രസം തിളപ്പിക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ട് ഞാൻ രസം ഓഫ് ചെയ്യുവാണ്.